Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. അപ്പോൾ പക്ഷെ ഞാൻ ഇന്ന് കുറച്ച് ഫ്രീ ആയിട്ടാണ് ഞാൻ എല്ലാം തോന്നിയതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചിട്ടുള്ള ബോധം എനിക്കുണ്ട്. അത് എന്നെ ഒരിക്കലും മറ്റേ അഫക്റ്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കര ത്രിൽഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് ഇതിനേക്കാളും ഹൈ വേണം വേറെ എവിടെയും പോയി വർക്ക് ചെയ്യാൻ. അപ്പം എനിക്ക് ഇത്രയും ഹൈ എനിക്ക് കിട്ടുമോ വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക്. ഇതിൽ പോത്തണ്ണൻ അങ്ങനെ നീ അഭിനയിച്ചോട്ടോടാ, നീ അഭിനയിക്ക് എന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെനിക്ക് മറ്റേ എന്നാ നിനക്കൊരു നാഷണൽ അവാർഡ്, നീ കണ്ടിന്യൂ ചെയ്യേണ്ട ആളാണ് എന്ന് പറയുന്നത് പോലെയാണ്. ഭയങ്കര പ്രേമലോലുപനായിട്ടുള്ളൊരു മനുഷ്യനായി ഉണ്ടായിരുന്നില്ല എനിക്ക്. അങ്ങനെ ഒരു പെൺകുട്ടികളൊന്നും വലിയതായിട്ട് അട്രാക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നില്ല. അതാണെന്ന് തോന്നുന്നു ആകെ. അപ്പൊ സിനിമയിലുള്ള എല്ലാ ചേട്ടന്മാരും ചേച്ചിമാരും പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിക്കല്ലേ മോനെ, അത് പ്രശ്നമാണ് എന്ന് പറഞ്ഞില്ലേ? അത് പറഞ്ഞിട്ടുണ്ട്. അത് ഞാനും ഇപ്പൊ ഇനി വരുന്ന ആൾക്കാരോട് പറയാനും പോവാണ്. രാജേഷിൻ്റെ ഈ ഒരു ചാലഞ്ച് ഓഫ് കോഴ്സ് ഈ സോഷ്യൽ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് അതൊക്കെ ഒരു വശത്ത് വെച്ചാൽ തന്നെ ഞാൻ സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലൊരു ഫിസിക്കൽ ഫ്രെയിം വർക്ക് കാണും. ഇപ്പോൾ രാജേഷ് പറഞ്ഞ പോലെ തന്നെ അച്ഛൻ രാജേഷിനേക്കാളും മെലിഞ്ഞിട്ടായിരുന്നു. എനിക്ക് അമ്മയും രാജേഷിൻ്റെ ഫസ്റ്റ് സീനിൽ രാജേഷിനെ വിളിക്കുന്ന മഹേഷിൻ്റെ പ്രതികാരത്തിൽ പെട്ടെന്നൊരു പേര് വിളിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കത് ഒരു ബോഡി ഷെയ്മിങ് ആണ് ശരിക്കും. അപ്പോൾ ഫിസിക്കലി ഓൾസോ പലപ്പോഴും ആൾക്കാർ അവർ കാണുന്ന ഒരു ലെൻസ് ഉണ്ടല്ലോ, ആ ലെൻസ് ഒന്ന് മാറ്റാൻ തന്നെ ഒരു സ്ട്രഗിൾ ആയിരിക്കും. ടു ടേക്ക് യു സീരിയസ്ലി, ടു സീ യു ആസ് സംബഡി ഹു ഹാസ് ദ പൊട്ടൻഷ്യൽ ടു ഗെറ്റ് ദെയർ. ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു രാജേഷിന്? ആ ഇന്നർ സ്ട്രഗിൾ ഉണ്ടായിരുന്നോ, ഓർ യു ജസ്റ്റ് ഡിസ്റിഗാർഡഡ് ഇറ്റ് ഇറസ്പെക്റ്റീവ്? എങ്ങനെയായിരുന്നു അത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഞാൻ ഭയങ്കര, എനിക്ക് അതിനെക്കുറിച്ച് അവയർനെസ് ഇല്ലായിരുന്നു. എനിക്ക് ഒരു സമയം വരെ ഇല്ലായിരുന്നു. അത് സത്യമായിട്ടും തോന്നുന്നു എനിക്ക്. എല്ലാവരും പിന്നെ കുറേ ആൾക്കാർ ചോദിക്കുമ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് അവയറായി. ഞാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചിട്ടുള്ള ബോധം എനിക്കുണ്ട്. അത് എന്നെ ഒരിക്കലും മറ്റേ അഫക്റ്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു എനിക്ക് എന്നെ ചെറുപ്പത്തിലൊന്നും. പിന്നെ ഈ ഞാൻ സിനിമയിൽ വന്നതിന് ശേഷമാണ് അതെന്നെ എഫക്റ്റ് ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ താരതമ്യപ്പെടുത്തുന്ന രീതികൾ, നമ്മളുടെ ഇങ്ങനെ ബോഡി ഷേമിങ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള സമയത്ത് ഒക്കെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് അവെയറായി തുടങ്ങിയത് തന്നെ. അപ്പം എൻ്റെ ഇങ്ങനത്തെ ഒരു ഫിസിക് ഉള്ളതുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ആ ക്യാരക്ടേഴ്സിന് ഈ ഫിസിക് ഉള്ളതുകൊണ്ട് അത് കുറച്ചും കൂടി വർക്കായിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. ഇതൊരു കോംപ്ലിമെന്ററി ആയിട്ട് അങ്ങനെ പോവുമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. അതെവിടെ ഒരു ഇംപെഡിമെന്റ് ആയിട്ട് ശരിക്കും രാജേഷിന്? എനിക്ക് ഞാനിപ്പോൾ അങ്ങനെ ഭയങ്കര പ്രേമലോലുപനായിട്ടുള്ളൊരു മനുഷ്യനായി ഉണ്ടായിരുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു പെൺകുട്ടികളൊന്നും വലിയതായിട്ട് അട്രാക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നില്ല. അതാണെന്ന് തോന്നുന്നു ആകെ. എന്നാലും നല്ല സുന്ദരി കുട്ടിയാണ് ഭാര്യ ദീപ്തി. നിങ്ങൾ എങ്ങനെയാണ് സെറ്റ് ആയത്? അവൾക്ക് ചില കാഴ്ചക്ക് ചെറിയൊരു കുഴപ്പമൊക്കെ ആയ സമയത്താണെന്ന് തോന്നുന്നു. ടെൽ മീ അബൌട്ട് യുവർ ലവ് സ്റ്റോറി. കാരണം ദീപ്തി എനിക്ക് നേരിട്ട് അറിയാം. ദീപ്തി ഞാൻ രാജേഷിനെ പരിചയപ്പെടുന്നതിന് ഇപ്പോഴാണ് രാജേഷിനെ നേരിട്ട് പരിചയപ്പെടുന്നത്. പക്ഷേ ദീപ്തി എനിക്ക് അതിന് മുമ്പേ അറിയാം. അപ്പം എങ്ങനെയാണ് ലവ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ ഇവളൊന്ന് ആദ്യം കണ്ടിട്ട് എന്നത്തങ്കേസ് ഹോട്ടലിൽ വർക്ക് ചെയ്യാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നില്ല. പിന്നെ രണ്ടാമത് സുധീഷ് ചേട്ടനും രതീഷ് ചേട്ടനൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോൾ വന്നു. അപ്പോൾ എനിക്ക് താല്പര്യമില്ലാതെയാണ് ഞങ്ങളുടെ കണക്ഷൻ തുടങ്ങി. പുള്ളി ഏഡിയാണ്. ബോംബെയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് വിളിച്ചത്. അപ്പം നമുക്കൊരു ഫീമെയിൽ അസോസിയേറ്റ് വേണമായിരുന്നു. അപ്പോൾ അങ്ങനെ വിളിച്ചതാണ്. ഞാൻ വിളിച്ചപ്പോൾ വന്നില്ല. എന്നിട്ട് രണ്ടാമത് വന്നു അതിലേക്ക്. അങ്ങനെ ഞങ്ങളൊരു ഫ്രിക്ഷനിലാണ് തുടങ്ങിയത്. നമ്മൾ രണ്ടാളും ഇപ്പം ഭയങ്കര കംഫർട്ടബിൾ സ്പേസിൽ നല്ലോണം സംസാരിക്കുന്ന ആൾക്കാരാണ്. ഞാനിതിൽ കാസ്റ്റിംഗ് ഡയറക്ടറും അഭിനയം ഒക്കെ ആയിട്ടാണ് എന്നത്തങ്കേശ്വരിലുള്ളത്. അപ്പം ആ സമയത്ത് നല്ലോണം സംസാരിക്കുന്ന ഒരു കുറേയധികം സംസാരിക്കാനുള്ള ഒരാൾ. അങ്ങനെയാണ് ദീപ്തിന് പരിചയം. അവളുടെ സംസാരങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് കേട്ടിരിക്കാറുണ്ടായിരുന്നു. രസമാണ്. ഇങ്ങനെ വളരെ നല്ലൊരു ഫ്രണ്ടായിട്ട് ഇങ്ങനെ പോവുമായിരുന്നു.
പിന്നെ ഒരു നല്ലൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ എന്താ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഞങ്ങളുടെ പ്രേമം. ആ മൂമെന്റ് എന്താണെന്ന് പറയുന്നില്ല. ആ മൊമെൻറ്റ് ഞങ്ങൾ എന്നത്തെ കേസോട് റിലീസായി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് സമയം ഒരുമിച്ചുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ടീമായിട്ട് നടക്കുമായിരുന്നു പറയാം. അങ്ങനെ ആ ആ സംസാരങ്ങളും പരിപാടികളുമാണ് ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നമുക്ക് ഒരുമിച്ച് തന്നെ കണ്ടിന്യൂ ചെയ്താലോ എന്ന് തോന്നി. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നോക്കി കുറച്ച്. അപ്പൊ സിനിമയിലുള്ള എല്ലാ ചേട്ടന്മാരും ചേച്ചിമാരും പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിക്കല്ലേ മോനെ, അത് പ്രശ്നമാണ് എന്ന് പറഞ്ഞില്ലേ? അത് പറഞ്ഞിട്ടുണ്ട്. അത് ഞാനും ഇപ്പോൾ ഇനി വരുന്ന ആൾക്കാരോട് പറയാനും പോവാണ്. ഇരുന്നിട്ട് അത് അവർക്കും അറിയാൻ തോന്നുന്നു. ഞങ്ങളങ്ങനെ കല്യാണത്തിൻ്റെ ഫാൻസ് ഒന്നുമല്ല. പിന്നെ ഫാമിലിക്കൊക്കെ നമ്മൾ രണ്ടാൾക്കാർക്കും ഫാമിലിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ ആഗ്രഹങ്ങളുടെ കൂടെ നിൽക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതാണ് കല്യാണം, ഈ ചടങ്ങ്. പിന്നെ ദീപ്തിക്ക് ഈ ഫങ്ഷൻസ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരാളാണ്, പാർട്ടിയുടെ ആളാണ്. അപ്പോൾ അവൾ ഇത്രയും കാലം മറ്റേ കല്യാണം പാർട്ടി അവളുടെ സ്വപ്നത്തിലൊന്നാണ്. അപ്പോൾ എനിക്ക് ആ പാർട്ടിയുടെ കൂടെ നിൽക്കണമെന്നുണ്ടായിരുന്നു. നല്ലതായിരുന്നു. നിങ്ങളൊരു അടിപൊളി കല്യാണ പാർട്ടി ഉണ്ടായിരുന്നു അല്ലേ? അടിപൊളി കല്യാണം. ഞാൻ വിചാരിച്ചിട്ടില്ല, എൻ്റെ കല്യാണത്തിനെ കുറിച്ച് ഞാൻ ഇമാജിൻ പോലും ചെയ്തിട്ടില്ല. അങ്ങനെ എൻ്റെ എല്ലാ ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ ഫ്രണ്ട്സും എൻ്റെ ക്ലോസ് ആയിട്ടുള്ള എല്ലാ ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ബഹളം മയായിരുന്നു. ഇവിടെ ഡാൻസും പാട്ടും ഒക്കെ നല്ല രസമാണ്. നല്ല കോമ്പിനേഷനാണ്. കാസർഗോഡുകാരനും ബോംബെന്ന് വന്ന പെങ്കൊച്ചും അല്ലേ? ശരിക്കും അവള് കുറേ വർഷങ്ങൾ ബോംബെ തന്നെ അല്ലായിരുന്നു. അവൾ എങ്ങനെ ഇത് സഹിക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഇപ്പൊ ഒരു പ്രൊഫഷണൽ കൊളാബറേഷനും കൂടിയാണല്ലോ അല്ലേ സിനിമയിൽ? അതെ. ഷീ ഈസ് ഓൾസോ വർക്കിംഗ് വിത്ത് യു ഓൺ ദ മൂവി. എൻ്റെ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറാണ്. ഇപ്പം എൻ്റെ പാർട്ട് ടൈം മാനേജറും കൂടിയാണ്. മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടിയാണ്. ഇൻഫ്ലുവൻസ് ചെയ്ത വ്യക്തികളിൽ ഐ തിങ്ക് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസ് ഇൻ യുവർ ലൈഫ്, അതിൽ ശ്യാമുണ്ട്, ദിലീഷ് ഉണ്ട്, രതീഷ് ഉണ്ട്, ടു സർട്ടൻ എക്സ്റ്റെൻറ്റ് ഉണ്ണിമായ ഉണ്ട്. വളരെ പിവറ്റൽ ആയിട്ടുള്ള ഒരു പോയിന്റിൽ ഉണ്ണിമായ വന്നിട്ടുണ്ട്. ടെൽ മീ വൺ തിങ് അബൌട്ട് ഈച്ച് ഓഫ് ദം ദാറ്റ് യു റിയലി ലൈക്ക്. ഇവരെല്ലാവരുടെയും ക്വാളിറ്റീസിൽ ഏറ്റവും സ്ട്രൈക്ക് ചെയ്യുന്ന കാര്യം എന്താണ് രാജേഷ്? വിൽ സ്റ്റാർട്ട് വിത്ത് ദിലീഷ്. ഹി നോസ് എവറിത്തിങ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവരുടെ കഴിവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ തെറ്റിപ്പോവായിരിക്കും. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞുതരാം. എന്നെ ഇങ്ങനെ നീ അഭിനയിച്ചോ എന്ന് പോത്തണ്ണൻ അങ്ങനെ നീ അഭിനയിച്ചോട്ടോടാ, നീ അഭിനയിക്ക് എന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെനിക്ക് എന്നാ എനിക്കൊരു നാഷണൽ അവാർഡ്, നീ കണ്ടിന്യൂ ചെയ്യേണ്ട ആളാണ് എന്ന് പറയുന്നത് പോലെയാണ്. അങ്ങനെയാണ് ഒരു കുഞ്ഞായിട്ട് പറഞ്ഞാലും അതിൻ്റെ ആ ഇമ്പാക്റ്റ് എനിക്ക് നന്നായിട്ട് കിട്ടും. അത് പോത്തണ്ണൻ എന്നോട് അങ്ങനെ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാം. അപ്പം എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുള്ള ബെസ്റ്റ് കമ്മ്യൂണിക്കേറ്ററുള്ള ഒരാളാണ് പോത്തണ്ണൻ. എനിക്കിപ്പോൾ അവിടെ നിന്നാൽ മതിയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേൾഡിലെ ഏറ്റവും കംഫർട്ടബിൾ, ഞാൻ ആഗ്രഹിച്ച സിനിമ എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്ക് ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലമാണ് ഭാവന സ്റ്റുഡിയോസ്. അവിടെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മതിയാണ്. ഞാനത് പൊളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഞാൻ അവിടുന്ന്. എനിക്ക് അത്രയും പേടി, ഇത്രയും കംഫർട്ട് എന്നുള്ള. ശ്യാമേട്ടൻ നമുക്ക് ജീനിയസ് റൈറ്ററാണ്. പുള്ളി രണ്ട് സാധനങ്ങളെടുത്ത് കൂട്ടിമുട്ടിക്കുന്നതിൻ്റെ സ്പാർക്ക്, ഇത് രണ്ടെണ്ണം എടുത്ത് ഇവിടെ കൂട്ടിമുട്ടിക്കുമ്പോഴാണ് ആ സ്പാർക്ക് ഞാൻ അതിനെ ഇത്രയും സീരിയസ് ആയിട്ട്, പിന്നെ ഭയങ്കര സീരിയസ് ആയിട്ടാണ് പുള്ളി സിനിമേനെ സമീപിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ അത്ര ഈസി ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിലും അല്ല. ശ്യാമേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തത് നമ്മുടെ സിനിമാ സങ്കല്പങ്ങളെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ശ്യാമേട്ടൻ ഞങ്ങൾ അങ്ങനെ നോക്കിയിട്ടുണ്ട്. അതാണ്. ഉണ്ണിമായ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ കാണുന്നത് ഭയങ്കര കുറവാണ്, പക്ഷേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ ഒരാളാണ് ഉണ്ണിമായ. എപ്പോൾ കാണുന്നത് കുറവാണെന്നുണ്ടെങ്കിലും എൻ്റെ പ്രായമൊന്നും ആയിട്ടില്ല ഉണ്ണിക്ക്. ഞങ്ങളുടെ സെയിം ഏജ് ഒരു കാലഘട്ടമായിരിക്കും. എന്നാലും എനിക്ക് എൻ്റെ ചേച്ചിമാരെ പോലെയൊക്കെ എനിക്ക് ഒരു സമയം അയ്യോ എനിക്ക് വയ്യ എന്ന് പറഞ്ഞു പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നമ്മളെ സമാധാനിക്കാൻ കപ്പാസിറ്റി ഉള്ള
ഒരാളാണ്. ഉണ്ണി ഈസ് സ്നേഹം എനിക്ക് ഉണ്ണീനെ കുറിച്ച് പറയുമ്പോൾ. രതീഷേട്ടൻ എൻ്റെ എനിക്ക് രതീഷേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ആർട്ടിലാണ് ഞങ്ങൾ ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്ന ആൾക്കാർ. അപ്പോൾ എനിക്ക് രതീഷേട്ടൻ്റെ എഴുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രതീഷേട്ടൻ്റെ ജീവിതത്തിനെ കാണുന്ന സരസത എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയുടെ ക്രാഫ്റ്റ് എനിക്കിഷ്ടമാണ്. പുള്ളി ഒരു കംപ്ലീറ്റ് ഒരു ഡയറക്ടറാണ്. എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. എഴുതും, ആർട്ട് ചെയ്യും, ആക്ടേഴ്സിനെ ട്രെയിൻ ചെയ്യും, അഭിനയിക്കും, പിന്നെ വരയ്ക്കും, ആർട്ട്, ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഭയങ്കര ജീനിയസാണ് രതീഷേട്ടൻ. മൊമെൻറ്റിലൊക്കെ ഉണ്ടാവുന്ന കുറേ പുതിയ സാധനങ്ങളൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ലൈവാണ് രതീഷേട്ടൻ പ്രോസസ്സിൽ. എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പക്ഷേ ആശയ്ക്കും ഉണ്ടായിരുന്നു അല്ലേ ഈ ഒരു ലിസ്റ്റിൽ? പിന്നെ ആഷിക്കേട്ടൻ കൂളസ്റ്റ് ഡയറക്ടറാണ്. ഭയങ്കര കൂളാണ്. ഭയങ്കര പിന്നെ കാര്യങ്ങളെയൊക്കെ ഭയങ്കര കൂളായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ആളാണ്. നമ്മൾ പീസായിട്ട് വർക്ക് ചെയ്യാൻ ആഷിക്കേട്ടൻ്റെ കൂടെ. കാമ. ഓൺ ദാറ്റ് നോട്ട് നമുക്കൊരു കാമായിട്ടൊരു കാർഡ് ഗെയിം കളിക്കാം. പിന്നെന്താ, ഈ സാധനത്തിലൊക്കെ ഞാൻ പാളാറാണ് പതിവ്. പിന്നെ എനിക്ക് രണ്ടുപേരും കൂടെ ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഞാൻ അഭിനയത്തിന് തന്നെ എന്നെ അഭിനയിക്കണം എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചത് റോഷനും ദർശനയാണ്. എൻ്റെ മൈ ബെസ്റ്റ്. അപ്പോൾ അവരാണ് എന്നെ ഞാൻ തിയേറ്ററൊക്കെ കുറച്ച് കാലം വിട്ടു നിന്നതിന് ശേഷം ഞാൻ വെരി നോർമൽ ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേ ചെയ്തു. അതാണ് ഞാൻ ഒരു ആക്ടറാക്കിയത് എന്നെ. കുറച്ചും കൂടി സീരിയസ് ആയിട്ട് അഭിനയത്തിനെ കണ്ടിട്ട് അഭിനയിച്ച് കണ്ടിന്യൂ ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞത് സീരിയസ് ആയിട്ട് അവരാണ്. അവരെൻ്റെ എല്ലാ സിനിമകളും കാണും. നല്ല ക്രിട്ടിക്സാണ്. എന്നെ അത്രത്തോളം കെയർ ചെയ്യുന്ന മനുഷ്യന്മാരാണ്. അപ്പോൾ ഇത് വെനസ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഡിസൈൻ ചെയ്ത കാർഡ് ഗെയിമാണ്. എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്? ഷെയിംലെസ്. ഏത് കാര്യത്തിലാണ് ഷെയിംലെസ്? എനിക്ക് സുർജിത്തേട്ടൻ പറഞ്ഞു ഇതാണ്, ആരോ പറഞ്ഞതാണ്, സുർജിത്തേട്ടൻ പറഞ്ഞു തന്നിട്ടാണ് എനിക്കറിയുന്നത്. ആക്ടിങ് ആണ്. ഹാഫ് ഷെയിം ആൻഡ് ഹാഫ് ഗ്ലോറി എന്നാണ് പറയാം. ഒന്ന് ഗ്ലോറി എന്ന് പറയുന്നത് നമ്മളെ മറക്കുന്നതിൻ്റെ ഗ്ലോറിയും, നമ്മളെ പ്രദർശിപ്പിക്കുന്നതിൻ്റെ ഷെയിമും. നമ്മളുടെ ബോഡി തന്നെ പ്രദർശിപ്പിക്കല്ല ആൾക്കാരുടെ അടുത്ത്. അതിൻ്റെ ഷെയിമും കൂടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇതാണെങ്കിൽ ഷെയിമിനെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ വരുന്ന സാധനം. ഒരു ആക്ടറായിട്ട് ഇതൊക്കെ പാർട്ട് ഓഫ് ദി ഗെയിമാണ്. ബീയിങ് ഷെയിംലെസ് ഈസ് എ പാർട്ട് ഓഫ് ദി ഗെയിം. യു പുട്ടിങ് യുവർസെൽഫ് ഔട്ട് ദേർ. അതിന് എന്ത് വേണമെങ്കിലും നമുക്ക് കിട്ടാം. നമ്മൾ പ്രൈവറ്റ് ആണെന്ന് വിചാരിച്ചിരിക്കുന്ന നമ്മളുടെ ഐഡന്റിറ്റിയൊക്കെ നമുക്ക് അങ്ങനെ സമർപ്പിക്കേണ്ടി വരും. അത് നമ്മൾ ഏത് ആർട്ട് ചെയ്യുമ്പോഴും നമ്മളുടെ ഐഡന്റിറ്റി അവിടെ റിവീൽ ചെയ്യപ്പെടും. നമ്മുടെ മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ അണ്ടർവെയർ കാണുമെന്ന് പറയും. മലയാളത്തിലല്ല അത്, അങ്ങനെ നമ്മൾ കാണേണ്ടി വരും. അത് എക്സ്പോസ് ചെയ്യപ്പെടുന്ന ഒരു ആർട്ടാണ്. ശരിയാണ്. ഇത് കിട്ടിയല്ലോ. നോ. എവിടെയാണ് നോ പറയാറുള്ളത്? എവിടെയാണ് നോ പറഞ്ഞിട്ടുള്ളത്? നോ ഞാൻ ഇപ്പോഴാണ് പറയാൻ ശീലിച്ചിട്ടുള്ളത്. മുമ്പ് എനിക്ക് ഭയങ്കര പീപ്പിൾ പ്ലീസറൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ. അപ്പോൾ എനിക്ക് അങ്ങനെ നോ ഒന്നും പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ നമുക്കിന്ന് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ കൂടെ ഉണ്ടാവും. എന്നോട് അവർക്ക് അനുവാദം പോലും ചോദിക്കണ്ട, എന്നുവെച്ചാൽ എന്നെ കൊണ്ടുപോയാൽ മതി എന്നുള്ള പോലെയാണ്. അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പം ഞാൻ നോ ഒക്കെ പറഞ്ഞ് ശീലിച്ചിരുന്നു. എനിക്കത് പറ്റില്ല എന്നൊക്കെ ഉള്ളത്. കാരണം നമ്മൾ കുറച്ചും കൂടി ടു ദ പോയിൻ്റോ അല്ലെങ്കിൽ പോയിൻ്റ് ഇല്ലാതെയോ ആകുമ്പോൾ നമ്മൾക്ക് ഇതിലൊരു ക്ലാരിറ്റി വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം എനിക്ക് ചെയ്യേണ്ടാത്തത് എനിക്കറിയാം, ഞാനത് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നാറുണ്ട്. പക്ഷെ പലപ്പോഴും അത് ഫ്രണ്ട്ഷിപ്സ് ആയിരിക്കാം, പലപ്പോഴും അത് വളരെ ഒബ്ലിഗേഷനുള്ള വ്യക്തികളായിരിക്കാം. ഞാൻ ഈ സിനിമയുടെ ഏരിയയിൽ ഞാൻ ഭയങ്കര എനിക്കിപ്പോൾ ഈ പറയുന്ന ബന്ധങ്ങളൊക്കെ എനിക്ക് ഭയങ്കര വാല്യൂബിളാണ്. അത് ഞാൻ അങ്ങനെ തന്നെ കൊണ്ടു നടക്കുന്നതാണ്. അല്ലാതെ ഇപ്പം ഞാൻ കാസ്റ്റിംഗ് ഡയറക്ടറായിട്ട് എൻ്റെ ഒരു സുഹൃത്തിനെ പോലും ഞാൻ സിനിമയിൽ കാസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ ആരെങ്കിലും എനിക്ക് വേണം തോന്നിയവരല്ലാണ്ട്. അപ്പം എൻ്റെ നാട്ടിലൊക്കെ ആൾക്കാരൊക്കെ പറയും, രാജേഷാണോ കാസ്റ്റിംഗ് ഡയറക്ടർ, എന്നാൽ പിന്നെ പോണ്ട എന്ന് പറയും. കിട്ടൂല എന്നറിയാവുന്നത് എൻ്റെ സുഹൃത്തുക്കളൊക്കെ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ നോ പറയും. ഇപ്പോൾ വളരെ കാര്യമായിട്ട് നോ പറയും.
അതെങ്ങനെയോ എനിക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഇതാണെന്ന് തോന്നുന്നു. ധൈര്യമാണ്. ഒരു ധൈര്യം തന്നെ വേണം അല്ലേ നോ പറയാൻ. തീർച്ചയായിട്ടും. ട്രിക്കിയർ ദാൻ ഇറ്റ് Yeah, trickier than it looks. What is trickier than it looks? ഇൻ്റർവ്യൂസ്. എനിക്ക് കേട്ടോ എനിക്ക് കുറച്ച് ഇന്ന് ഞാൻ കുറച്ച് ഈസി ആയിട്ടായിരുന്നില്ല. ഞാൻ ഭയങ്കര കുറച്ച് ലോ ആയിട്ടുണ്ടായിരുന്ന ഒരു സമയമായിരുന്നു ഇപ്പം. പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നു എനിക്കിങ്ങനെ തുറന്ന് സംസാരിക്കാനൊക്കെ പറ്റില്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോൾ പക്ഷെ ഞാൻ ഇന്ന് കുറച്ച് ഫ്രീ ആയിട്ടാണ്. ഞാൻ എല്ലാം തോന്നിയതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി വീട്ടിൽ പോയിരുന്നിട്ട് ആലോചിക്കും അതൊക്കെ എഡിറ്റ് ചെയ്യായിരുന്നു. ഇല്ല ഇനി എനിക്ക് തിരിച്ചൊരു കോളോ മെസ്സേജോ വേണ്ട. ഇല്ല ഞാൻ ഒന്നും കളയാൻ പോണില്ല. വാട്ട് മേക്സ് യു ഡൗട്ട്? ഡിസിഷൻ മേക്കിംഗ് ഈസി ആണോ രാജേഷിന്? ഒരു ഡിസിഷൻ എടുക്കാൻ എളുപ്പമാണോ അതോ ഒരു ഡിസിഷൻ എടുക്കാൻ കുറച്ച് സമയമെടുത്ത്? ഞാൻ ഈ നോ പറയാൻ ഞാൻ ഒരിക്കൽ കഷ്ടപ്പെട്ടിരുന്നു ഒരു സമയത്ത് മുമ്പ്. അപ്പോൾ ഇതാണ് ഞാൻ ഈ ഭാവന സ്റ്റുഡിയോയിൽ നിന്നുകൊണ്ടിരിക്കുക. ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു സമയത്ത് എന്നോട് ദിലീഷ് പോത്തൻ പറഞ്ഞിരുന്നത് 2 പടത്തിൽ ഇവിടെ വർക്ക് ചെയ്യുക എന്നിട്ട് നീ നിൻ്റെ കാര്യം നോക്കി പോവുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞിരുന്നു എന്നോട്. ഞാൻ 2 പടത്തിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വരുമ്പോൾ എനിക്കൊരു അടുത്ത പടത്തിലും കൂടി വർക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാൻ പക്ഷേ ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര എനിക്ക് പേടിയായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര കംഫർട്ടബിളാണ് എന്നുള്ളത് തോന്നി എനിക്ക്. അപ്പം ഞാൻ അവിടുന്ന് ഇറങ്ങുക. പക്ഷെ ഞാൻ അവിടുന്ന് ഇറങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്രയും നല്ലൊരു സ്പേസിൽ നിന്നാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ വേറെ ഇനി എന്തെങ്കിലും അതായത് ഭയങ്കര ത്രിൽഡായിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് ഇതിനേക്കാളും ഹൈ വേണം വേറെ എവിടെയും പോയി വർക്ക് ചെയ്യാൻ. അപ്പം എനിക്ക് ഇത്രയും ഹൈ എനിക്ക് കിട്ടുമോ വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ഞാനത് എടുത്തു. എനിക്ക് അങ്ങനെയുള്ള ഡൗട്ടുകളിലൊക്കെ ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ എടുത്ത തീരുമാനങ്ങൾ കറക്റ്റായിരുന്നു. പക്ഷെ അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് മാറി പലതും പുതിയതായിട്ട് ട്രൈ ചെയ്യുക, വേറെ ഗ്രൂപ്പ്സിൻ്റെ കൂടെ. ഈ ക്ലീക്സിനകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന പലപ്പോഴും നമ്മുടെ ഗ്രോത്തിന് സഫർ ചെയ്യിപ്പിക്കില്ലേ? പിന്നെ തീർച്ചയായിട്ടും ഞാനൊക്കെ അങ്ങനെ ഒരു മനുഷ്യനാണ്. ഒറ്റക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന എന്നെ ഒറ്റയ്ക്ക് എന്നെ ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ. ഇങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ ഇത് ഐഡൻറ്റിറ്റിയിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള തീരുമാനങ്ങളാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ നല്ലതായിരുന്നു. എനിക്ക് നല്ലതായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഓക്കെ, ഒരു കാർഡും കൂടി ആൻഡ് ദെൻ വി റാപ്പ് അപ്പ്. ഓക്കെ. നോബഡി നോസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ? അത് നാട്ടുകാർക്കൊക്കെ അറിയാം, പക്ഷേ ഞാൻ പുറത്ത് പറയാത്ത. ഏത് കുസൃതി ഒപ്പിച്ചതാ? ആ കുസൃതി എന്താണെന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അയ്യോ, അത് പറയാൻ പറ്റില്ല. അത് സാമൂഹ്യ പ്രതിബദ്ധത. പക്ഷെ അത് നോബഡി നോസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. അത് ഇപ്പൊ രാജേഷിനോട് ഞാൻ ചോദിക്കുകയാണ്, ഐ ആം ഡാഷ് എങ്ങനെ പൊരിപ്പിക്കും? അത് ഡിഫെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കോംപ്ലിക്കേറ്റഡ് എന്ന് പറയാം. ഐ ആം കോംപ്ലിക്കേറ്റഡ്. അത് നമുക്കാണ് നമ്മൾ അങ്ങനെ തോന്നുന്നത് കേട്ടോ. അങ്ങനെ ഇതല്ല പുറത്തുനിന്ന് തോന്നണമെന്നില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒരു ഇന്റേണൽ സ്ട്രഗിൾ ഉണ്ട്. അതൊക്കെ കൊണ്ട് തോന്നുന്നതായിരിക്കാം. പക്ഷെ അത് എല്ലാവർക്കും അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നണമെന്നില്ല. അതെ, കാരണം എല്ലാവരുടെയും സ്റ്റോറി വളരെ യുണീക്കാണ്. ആൻഡ് രാജേഷ്, വാട്ട് യു ഹാവ് ഷെയർഡ് ടുഡേ ഇറ്റ്സ് എ വെരി വെരി യുണീക്ക് സ്റ്റോറി ഇൻഡീഡ്. നമ്മൾ വിചാരിക്കാത്ത ഒരു റിയാലിറ്റിയാണ് രാജേഷ് അച്ചീവ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് നോ മീൻ ഫീറ്റ്. ഇപ്പോൾ രാജേഷിന് ക്രെഡിറ്റ് നൽകിയില്ലെങ്കിലും ഐ തിങ്ക് യു നീഡ് ടു kind of give yourself the credit for being here where you are, doing what you love the most, making movies. അതെ, തീർച്ചയായിട്ടും മേക്കിംഗ് മൂവീസും നാടകങ്ങളും ചെയ്യാന്നുള്ളതാണ് എൻ്റെ. നാടകങ്ങളും ചെയ്യണം. കൺഗ്രാറ്റുലേഷൻസ്. ഇത് നമ്മുടെ ഒരു ചിന്ന ഗിഫ്റ്റാണ് ഫ്രം തേങ്ങ കൊക്കോ. ഇത് ഡിസ്കാർഡഡ് കോക്കനട്ട് ഷെൽസ് ഉണ്ടാക്കുന്ന കട്ട്ലറിയാണ്. സോ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന സൂപ്പ് ബോൾസും കപ്സും സോസേഴ്സും ഒക്കെയാണ്. എൻ്റെ ലവർ ഉണ്ട് എൻ്റെ കൂടെ. ആണോ? എനിക്ക് തരില്ല ഇതൊന്നും. ദീപ്തിയോ? അയ്യോടാ, ഇതൊക്കെ യൂസബിൾ കട്ട്ലറിയാണ്. താങ്ക് യു.
Thanks so much, Rajesh. It was really, really, really lovely talking to you. And wish you all the success. താങ്ക് യു. ഇനിയുള്ള സിനിമയും പിന്നെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട് നേരത്തെ. ഓക്കെ ഓക്കെ, സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഫോർ യുവർ ഡയറക്ടോറിയൽ എന്തായാലും debut. എന്തായാലും കാണണം.